ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 KPSTA സ്വദേശ് മെഗാ ക്വിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഇവരുടെ 4 സെക്ഷനിലെയും സിലബസ് KPSTA പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെ കഥ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ 2 വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ പഠിച്ചു തീർത്ത ഉടൻ തന്നെ മറ്റ് 2 വീഡിയോസ് കൂടി കാണുക. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ചോദ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോയുടെ അവസാനം ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ഈ ഒരു ബോണസ് ചോദ്യം. അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതിനോടൊപ്പം നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തണം. വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലെ സ്വദേശ് മെഗാ ക്വിസിൻ്റെ വിന്നേഴ്സിനെ ഈ വീഡിയോയുടെ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ആ വർഷം? വളരെ സിമ്പിളായ ചോദ്യമാണ്. ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. വർഷം 1917. ബീഹാറിൽ വെച്ചാണ് അദ്ദേഹം ഈ ഒരു സത്യാഗ്രഹം നടത്തിയത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 1917 ചമ്പാരൻ സത്യാഗ്രഹം. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി കോൺഗ്രസ് റേഡിയോ നടത്തി ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഉഷ മേത്ത. അതായത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി കോൺഗ്രസ് റേഡിയോ നടത്തി ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഉഷ മേത്തെ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉഷ മേത്ത. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം. ബ്രിട്ടീഷ് ഭരണകാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന അനുശീലൻ സമിതി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരം ബംഗാളാണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബംഗാൾ. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു അനുശീലൻ സമിതി. അത് രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് ബംഗാൾ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരളത്തിലെ ബാർഡോളി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര കേന്ദ്രം ഏതാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നു എന്ന് പറയുന്ന പയ്യന്നൂരാണ് ആ ഒരു സ്ഥലം. കേരളത്തിന്റെ ബാർഡോളി എന്നാണ് പയ്യന്നൂർ അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പയ്യന്നൂർ. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം. 1931 ഗാന്ധിജിയും വൈസ്രോയ് ഇർവിൻ പ്രഭുവും തമ്മിൽ ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ കരാർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഉത്തരം ഡൽഹി കരാർ അല്ലെങ്കിൽ ഡൽഹി പാക്ട്. അതായത് 1931 ഗാന്ധിജിയും വൈസ്രോയ് ഇർവിൻ പ്രഭുവും തമ്മിൽ ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ കരാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡൽഹി കരാർ അല്ലെങ്കിൽ ഡൽഹി പാക്ട്. വീഡിയോയിലെ ആറാമത്തെ ചോദ്യം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന പ്രശസ്തമായ അതായത് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് അല്ലെങ്കിൽ മുദ്രാവാക്യം ആദ്യമായി നിർദ്ദേശിച്ച ബോംബെ മേയർ ആരാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് അർത്ഥമാക്കുന്ന ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി നിർദ്ദേശിച്ച ബോംബെ മേയർ യൂസഫ് മെഹ്റലിയാണ്. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം യൂസഫ് മെഹ്റലി. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 1930 ദണ്ഡി മാർച്ചിന് സമാനമായി തമിഴ്നാട്ടിൽ വേദാരണ്യം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് 1930 ദണ്ഡി മാർച്ചിന് സമാനമായ രീതിയിൽ തമിഴ്നാട്ടിൽ ദേവാരണ്യം ഉപ്പു സത്യാഗ്രഹം നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരി. ചോദ്യം നമ്പർ 8. ജവഹർലാൽ നെഹ്റു ആദ്യമായി ബ്രിട്ടീഷ് ഭരണകൂടത്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം. അറസ്റ്റിലായപ്പെട്ട വർഷം കൂടി ഓർത്തിരിക്കുക, 1921. അതായത് നെഹ്റു ആദ്യമായി ബ്രിട്ടീഷ് ഭരണകൂടത്താൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് 1921.
വീഡിയോയിലെ 9ാമത്തെ ചോദ്യം 1946 നിലവിൽ വന്ന ഇടക്കാല സർക്കാരിൽ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചത് ആരാണ്? ഉത്തരം മറ്റാരുമല്ല, ജവഹർലാൽ നെഹ്റു തന്നെയാണ്. 1946 നിലവിൽ വന്ന ഇടക്കാല സർക്കാരിൽ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചത് ജവഹർലാൽ നെഹ്റു. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യ മരിച്ചാൽ പിന്നെ ആരാണ് ജീവിക്കുക? ഹൂ ലിവ്സ് ഇഫ് ഇന്ത്യ ഡൈസ് എന്ന് പറഞ്ഞ നേതാവ് ആരാണ്? ഇതിൻ്റെ ഉത്തരവും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇന്ത്യ മരിച്ചാൽ പിന്നെ ആരാണ് ജീവിക്കുക എന്ന് പറഞ്ഞ നേതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. നെഹ്റു, ഗാന്ധി എന്നീ ടോപ്പിക്കുകൾ കൂടി നിങ്ങളുടെ ക്വിസിൻ്റെ ടോപ്പിക്കിനകത്ത് ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. വീഡിയോയിലെ 11ാമത്തെ ചോദ്യവും ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റു ആകെ എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് LP UP സെക്ഷനിൽ ജവഹർലാൽ നെഹ്റു ആകെ 6 തവണയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 6 തവണ. വീഡിയോയിലെ 12ാമത്തെ ചോദ്യം, കുട്ടിക്കാലത്ത് ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്ന പ്രിയപ്പെട്ട കുതിരയുടെ പേരെന്താണ്? നെഹ്റുവുമായി ബന്ധപ്പെട്ട സിലബസ് പഠിക്കുമ്പോൾ ഈ ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. ഉത്തരം രക്ഷക്. കുട്ടിക്കാലത്ത് നെഹ്റുവിനുണ്ടായിരുന്ന പ്രിയപ്പെട്ട കുതിരയുടെ പേരാണ് രക്ഷക്. ചോദ്യം നമ്പർ 13. നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമായ പുസ്തകം ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം ഒരു പിതാവ് മകൾക്കയച്ച കത്തുകൾ, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നാണ് ആ ഒരു പുസ്തക സമാഹാരത്തിൻ്റെ പേര്. നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ഈ ഒരു പുസ്തകം. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം, ഗാന്ധിജി നിർദ്ദേശിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ രീതിയുടെ പേരെന്താണ്? ഉത്തരം വർധാ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ നയി താലിം എന്നാണ് ഈ ഒരു വിദ്യാഭ്യാസ രീതിയുടെ പേര്. ഗാന്ധിജി നിർദ്ദേശിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ രീതിയുടെ പേരാണ് വർധാ വിദ്യാഭ്യാസ പദ്ധതി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. PDF വേണ്ടവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ അവസാനത്തെ ചോദ്യം, ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? മറ്റെല്ലാവരും ഡൽഹിയിൽ ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിലായിരുന്നപ്പോൾ 1947 ഓഗസ്റ്റ് 15 ഗാന്ധിജി കൊൽക്കട്ടയിലെ നവ്ഗാലിയിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഉത്തരം നവ്ഗാലിയിൽ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് ആക്രമണ സംഭവത്തിൽ മനംനൊന്താണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം നൽകുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇതിൻ്റെ ശരിയായ ഉത്തരവും അതുപോലെ തന്നെ സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്? ശരിയായ ഉത്തരം നേവി ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് ശരി ഉത്തരം കമൻറ്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലെ സെലക്ട് ചെയ്യപ്പെട്ട ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആണ് അയോന RS, അക്ഷയ് വിജയൻ, ദക്ഷിണാനാഥൻ, അതുപോലെ തന്നെ അന്നാമ സന്തോഷ്, പാർവണ രബീഷ്, ഐറ, അതുപോലെ തന്നെ നൗഷ, ആദ്യ R, അനിക, ഇഷാൻ മുഹമ്മദ് K. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് ആയിരിക്കുന്നത്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യനാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യുക.
ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിന് മുമ്പത്തെ 2 വീഡിയോസ് കാണാത്തവർ ഇപ്പോൾ തന്നെ ഈ മുകളിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക. ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വരുന്ന വീഡിയോസിൽ നമുക്ക് കൂടുതൽ ടോപ്പിക്കിൽ നിന്നുള്ള കൂടുതൽ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ തലത്തിലേക്കും സബ് ജില്ലാ തലത്തിലേക്കും നല്ലൊരു മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.